ഹലോ അസണ്ണ ദർശു കേക്കാവോ? ആ കേക്ക. എ- എ- അസണ്ണൻ എവിടെയാ? എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ? ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അണ്ണൻ പോയല്ലോ അയ്യോ നേരത്തെ. അയ്യോ, ഞാന് കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുള്ളത് കൊണ്ട് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അവിടെ ഇവന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തത്. അപ്പം ഞാനായിട്ട് അത് സ്പോയിലപ്പ് വിളിച്ചോണ്ട് പോയി സ്പോയിലപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ആ, ആ, ദർശനയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദർശന ബർത്ത്ഡേ എന്നാന്ന് അറിഞ്ഞൂടായിരുന്നു. നമ്മൾ ഇപ്പോഴല്ലേ പരിചയപ്പെടണത്. ആ, അപ്പൊ ഞാനത് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. നാളത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദർശന ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ നാളെ സിറ്റിലുണ്ടാവോ ദർശന? ആ, ഞാൻ ഉണ്ടാവും. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് നാളെ എത്തിച്ചേക്കാം. ഓക്കെ അണ്ണ. ഓ, ഓ, അണ്ണ ഫോട്ടോ ഒക്കെ അയച്ചു. നല്ല അടിപൊളി ഫോട്ടോ. ആ, ക- ക- അണ്ണനെ കാണാൻ കുറച്ചുകൂടെ ലുക്കായിട്ടുണ്ട്. എനിക്കറിയാം അമ്മുക്കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാരും. അമ്മുക്കുട്ടിക്ക് മാത്രമായിരുന്നു കാറിലോ ഗ്ലാമർ ഉണ്ടായിരുന്നത്. ആ, ആ, അമ്മുക്കുട്ടി അമ്മക്കുട്ടിയാരാ? കാർലോടെ ഹസ്ബൻഡ്, അല്ല കാർലോടെ വൈഫ്. ആ, ആ, കാർലോന്റെ വൈഫാകുമ്പോ കാർലോ ഭംഗിയായിട്ട് തോന്നുമല്ലോ. പിന്നല്ലേ സ്വാഭാവികം. അതിലിപ്പോ എന്താ? സ്വാഭാവികം. അതിലെന്താണ് ഇപ്പൊ? അതിലൊരു പക്ഷെ കാര്യമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ആവശ്യമില്ല ഇതിനെ പറ്റി. പക്ഷെ എന്റെ അമ്മുക്കുട്ടിക്ക് എപ്പോഴും കണ്ണില് ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ ഭർത്താവ്. അത് ശരിയാണ്. പക്ഷെ ആ, എന്റെ അതെ 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 കണ്ണില് അതെ. അണ്ണനായിരുന്നു ഗ്ലാമർ. അതെ അതെ, അത് ഞാൻ അതുപോലെ ഒന്ന് പറഞ്ഞു വന്നത്. അതായത് അമ്മുക്കുട്ടിക്ക് കാർലോ എന്നുള്ളത് പോലെ ദർശനയ്ക്ക് ഞാനാണ് ഗ്ലാമർ എന്ന് തോന്നിയത്. അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു വന്നതാ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ദർശനം സംസാരിച്ച കൺഫ്യൂഷൻ ആയി പോയതാ. ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയല്ലോ. അത് ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ദർശന ഞാൻ നാളെ കാണാം, നാളെ വിളിക്കാം. ഓക്കെ അണ്ണ. അണ്ണൻ പോവാണോ? ആ, അതെ. ഫുഡൊക്കെ ഓ, കഴിച്ചായിരുന്നോ? കഴിച്ചു. ഫുഡൊക്കെ ഞാനിപ്പോ കഴിക്കണം. ഈ തിരക്ക് പിടിച്ച് പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടി ഫാക്ടറി പണി നടക്കുവാണല്ലോ. ആ, ആ, ആ. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഓടാൻ. ആരും ഇല്ലല്ലോ ഇപ്പൊ. എല്ലാം ഞാൻ തന്നെ ഓടണം. ഇവിടെ ഇവിടുത്തെ മറ്റേ ഇവിടെ നമുക്ക് ഈ ഗ്യാങ്ങുകളുടെ ഒക്കെ കാര്യം നോക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങള് എല്ലാം ഞാൻ തന്നെ നോക്കണം. മനസ്സിലായോ? അതാ പ്രശ്നം. അണ്ണ അനിയന്മാർക്കൊക്കെ കുറച്ച് ഉത്തരവാദിത്തം കൊടുക്കാൻ വയ്യായിരുന്നു? ഇല്ല, അവർക്ക് ഞാൻ ഈ പ്രഷർ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. കൊടുക്കാറില്ല. ആ, അതെ 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 അതെ. അണ്ണാ പിന്നെ എന്തൊക്കെയാണേലും എത്രയൊക്കെ തിരക്കാണേലും ഹെൽത്ത് നോക്കണം, ഫുഡ് കഴിക്കണം. ഉറപ്പായിട്ടും ദർശന ഫുഡ് കഴിക്കുന്നില്ലേ? ഓ, ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ ആ, എനിക്ക് അണ്ണൻ പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് പാടി തന്നില്ല. നാളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മള് എല്ലാ ദർശനയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മള് അവിടെ എല്ലാം റെഡിയാക്കി തരും. താങ്ക് യു അണ്ണ. ഓക്കെ ദർശന. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. മിസ് യു. ഓക്കെ, മിസ് യു ടു. എന്നെ കട്ടിയെടുത്ത ഹലോ. ഹലോ. അണ്ണ പറഞ്ഞേ. അമ്പത്തൂരെ ഒന്നും കൂടെ വരുന്നു. അമ്പത്തൂരെ ഒരു നല്ലൊരു വണ്ടി വേണം. ഏത് വണ്ടിയാണ്? അയ്യോ, ഗ്യാങ് കൊണ്ട് പറ്റണമെന്നാണ് അണ്ണൻ പറഞ്ഞിരുന്നത്. ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു വണ്ടി വേണം. നാളെ കൊടുക്കണം. അണ്ണാ, ഈ വാപ്പാട് രാവിലെ ഉണ്ട്, രാത്രിയുണ്ട്. അണ്ണ കസ്റ്റം വേണ്ട. ആർക്കാന്ന് പറയാ, നമുക്ക് തീവ് കേട്ടേ. ദർശനയ്ക്ക് ബർത്ത്ഡേ അല്ലാതെ നമുക്ക് പരിചയമുള്ള ആളല്ലേടാ. അപ്പൊ കൊടുക്കണ്ടേടാ. നാളെ തന്നെ കാണോ? നാളത്തേക്ക് ഒരെണ്ണം സെറ്റ് ചെയ്ത് തരാം. എന്തെങ്കിലും ഒരു നല്ലൊരു വെറൈറ്റി ആയിരിക്കണം. ഓക്കെ ഓക്കെ. കാശെല്ലാം വേണം എന്നോട് പറയണേ. നമുക്ക് അല്ല, നമ്മുടെ സാലറി ഇല്ലണ്ട. നമുക്ക് പറഞ്ഞില്ല, ഇതെല്ലാം പറഞ്ഞു. അത് കിട്ടിയാലും കിട്ടിയില്ലല്ലോ എന്നോട് പറയണേ. അപ്ഡേറ്റ് ചെയ്യണേ. എന്താ ജിഗ്ര നീ ഒറ്റയ്ക്ക്? നിന്റെ പുറകെ ഒട്ടിയിരിക്കണല്ലോ. 3 ദിവസത്തേക്ക് ഇല്ലല്ലേ?
ഓക്കെ ഓക്കെ അവന് പുറത്ത് പോയിട്ട് വന്നല്ല അണ്ണ ക്ഷീണക്കാണ്. എന്താ അമ്പത്തിന് നിനക്ക്? അല്ല അല്ല ഇവിടെ ഇല്ല. അല്ല കോഴ്സിന്റെ കാര്യത്തിലാണ് അവിടെ. അയ്യോ കേസപ്പോ എത്ര ഉള്ള ഇന്നത്തെ RP?